Hello students, welcome back to another video of D Forum. ഇന്ന് NDA എക്സാമിൽ നിങ്ങൾ എക്സാം സെൻറ്ററിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യങ്ങളും അവിടെ എത്തിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇത് പലർക്കും അറിയുന്നതായിരിക്കാം. മേ ബി ഫോർ ദ ഫസ്റ്റ് ടൈമേഴ്സ് കുറച്ചും കൂടി പാനിക് ആയിരിക്കും, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകണം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെയുള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അഡ്മിറ്റ് കാർഡാണ്. അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിൽ വേണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് പറ്റുള്ളൂ. അഡ്മിറ്റ് കാർഡിൽ ചിലവരുടെ ഡൗട്ടാണ് കളർ പ്രിൻ്റ് വേണോ അതോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ എന്നുള്ളത്. കളർ പ്രിൻ്റ് ആയാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും രണ്ടും ആക്സെപ്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ഏതാണെങ്കിലും അതൊരു വിഷയമുള്ള കാര്യമല്ല. പിന്നെ കളർ പ്രിൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോ ഒന്നുകൂടി ക്ലാരിറ്റി ഉണ്ടായിരിക്കും. സോ നിങ്ങളുടെ ഫോട്ടോനധികം ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ പ്രിൻ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. ഈവൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ നിങ്ങളൊന്നും എഴുതാൻ പാടില്ല. അതെനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അഡ്മിറ്റ് കാർഡിൽ നമ്മളൊന്നും എഴുതാറില്ല. സോ ബേസിക്കലി ജസ്റ്റ് സെയിം. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണോ മറ്റ് എക്സാംസ് എഴുതിയ പോലെ അതേപോലെ തന്നെയാണ്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഫോട്ടോന് ക്ലാരിറ്റി വേണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സപ്പോസ് നിങ്ങളുടെ ഫോട്ടോന് ക്ലാരിറ്റി ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇനി വരുമ്പോൾ പറഞ്ഞുതരാം. നിങ്ങൾ ജസ്റ്റ് ഒരു 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ കരുതിയാൽ മതി. അത് എല്ലാവരും മാൻഡറ്ററി ആയിട്ട് എടുക്കും വേണം. ഇനി NDA എക്സാമിൽ എന്തൊക്കെയാണ് നമുക്ക് പെർമിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് എന്ന് വെക്കുകയാണെങ്കിൽ എക്സാം ഹാളിലേക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ നോക്കാം. ഫസ്റ്റ് വൺ ബീങ് എ ബ്ലാക്ക് പെൻ. നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് ബോൾ പോയിന്റ് പെന്ന് കൊണ്ടുപോകാം. അത് മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ബ്ലൂ, റെഡ്, ഗ്രീൻ നോ, അതൊന്നും പെർമിറ്റഡ് അല്ല. ഓൺലി ബ്ലാക്ക് ബോൾ പോയിന്റ് പെൻ. ഓക്കെ, നിങ്ങൾ ജെൽ പെൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കരുത്. കാരണം നമ്മൾ OMR ഷീറ്റ് അതിലായിരിക്കും നിങ്ങൾ ബബിൾ ചെയ്യുന്നുണ്ടാവുക. സോ ബ്ലാക്ക് ബോൾ പോയിന്റ് പെന്ന് നിർബന്ധമാണ്. ഡു നോട്ട് ഫോർഗെറ്റ് ദാറ്റ്. അടുത്തെന്ന് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു വാച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാച്ച് കൊണ്ടുപോകാവുന്നതാണ്. സിമ്പിൾ വാച്ച് ആയിരിക്കണം, അനലോഗ് ആയിരിക്കണം. നിങ്ങളുടെ ഡിജിറ്റൽ സ്മാർട്ട് വാച്ച് അതൊന്നും അലൗഡഡ് അല്ല. നിങ്ങളുടെ കയ്യിൽ അനലോഗ് വാച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാച്ച് കൊണ്ടുപോകാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ ബോട്ടിൽ കരുതാവുന്നതാണ്. വാട്ടർ ബോട്ടിൽ ട്രാൻസ്പെറൻറ്റ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് വേറെ അതിൽ ഇഷ്യൂസ് ഒന്നുമില്ല. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്താണെന്ന് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻസ്ട്രക്ഷനിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് നിങ്ങൾ കയ്യിൽ കരുതണം. ഫോട്ടോ ID നിങ്ങൾ ഏതാണോ കൊടുത്തിരിക്കുന്ന അത് കൊണ്ടുപോവുക. നിങ്ങൾ ആധാർ കാർഡ് ആയിരിക്കും എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുക. സോ ആധാർ കാർഡ് നിങ്ങൾ അവിടെ കൊണ്ടുപോകണം. കാരണം നമ്മുടെ എക്സാം സെൻറ്ററിൻ്റെ അവിടെ നിന്ന് തന്നെ നമ്മുടെ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ അഡ്മിറ്റ് കാർഡും അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡും ആയിരിക്കും. അപ്പോൾ ആ കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും കൊണ്ടുപോകണം. പിന്നെ അതേപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോൻ്റെ കാര്യം. സപ്പോസ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഫോട്ടോ ഒക്കെ ക്ലിയർ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുപോകണ്ടല്ലോ എന്നുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുന്നത് നല്ലതാണ്. കാരണം ലാസ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല വാട്ട് വിൽ ഹാപ്പൻ. സോ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്കത് കാണിക്കണം, അതൊരു പ്രൂഫായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ടേക്ക് 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ. സോ ബാക്കി എല്ലാ ഡോക്യുമെൻറ്റ്സും ക്ലിയർ അല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യുക. എന്നിട്ട് മാത്രം നിങ്ങൾ എക്സാം സെൻറ്ററിലേക്ക് പോവുക. ഇനി എക്സാമിൻ്റെ ടൈമിംഗ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. 10 o'clock ഫസ്റ്റ് എക്സാം നടക്കുന്നത്. പിന്നീട് എനിക്ക് തോന്നുന്നത് 2 o'clock ആണെന്നുള്ളതാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പ്ലീസ് ജസ്റ്റ് ലെറ്റ് മീ നോ. സോ നിങ്ങൾ എക്സാം സെൻറ്ററിൽ നിങ്ങളൊരു 30 minutes ഏർലിയെങ്കിലും റിപ്പോർട്ട് ചെയ്യണം. അത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിൻ്റെ ഇൻസ്ട്രക്ഷനിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ള കാര്യമാണ്. ഐ നോ സം ഓഫ് യു. ഓക്കെ, അത് പല എക്സാംസിലും കണ്ടുവരുന്നതാണ്. അവസാന നിമിഷത്തിൽ കയറുന്ന 1-2 പേരുണ്ടാവും. അത് ഒന്നാമത് നിങ്ങൾ ഇന്ത്യ പോലത്തെ ഒരു എക്സാമാണ് എഴുതുന്നത്. ടു ബിക്കം എ സോൾജർ, ടു ബിക്കം എൻ ഓഫീസർ. സോ പഞ്ച്വാലിറ്റി ഈസ് സംതിങ് നമുക്കൊരിക്കലും എന്താ പറയുക മാറ്റി വയ്ക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. സോ ഇതിൽ നിങ്ങൾ ലേറ്റ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് പത്തറ്റിക്. ഓക്കെ, സോ എപ്പോഴും ഏത് എക്സാം ആയിക്കോട്ടെ, ജീവിതത്തിൽ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും എപ്പോഴും കറക്റ്റ് ടൈമിന് എത്താനായിട്ട് ശ്രമിക്കുക. അവർ പറഞ്ഞിട്ടുണ്ട് 30 minutes മുമ്പെങ്കിലും എത്തണം എന്നുള്ളത്, അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്യും. സോ ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ്. കാരണം പലരും ദൂരത്തു നിന്നായിരിക്കും നിങ്ങളുടെ എക്സാം സെൻറ്ററിലേക്ക് എത്തുക. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ടൈമിങ്സ് കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. സോ ആദ്യം പറഞ്ഞ പോലെ തന്നെ പേപ്പർ 1 മാത്തമാറ്റിക്സ് ആണ്. 10 o'clock തോന്നുന്നു എക്സാം തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളൊരു 9:30 എങ്കിലും അറ്റ്ലീസ്റ്റ് അവിടെ എത്തണം. സെയിം ഫോർ GAT. നിങ്ങൾ ലഞ്ച് കഴിക്കുന്നു, വേഗം പ്രിപ്പയർ ആവുന്നു, നേരെ നിങ്ങളുടെ എക്സാം സെൻറ്ററിലേക്ക് വരുന്നു. ഓക്കെ, അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേപ്പേഴ്സും മാൻഡേറ്ററി ആണ്. പലരുടെയും വിചാരം നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ പോരെ, എനിക്ക് മാത്സ് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ GAT എഴുതും, എനിക്ക് സയൻസും സോഷ്യലും ഇഷ്ടമല്ല സോ ഞാൻ GAT സ്കിപ്പ് ചെയ്യും, മാത്തമാറ്റിക്സ് എഴുതും. ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. ഓക്കെ, നിങ്ങൾ NDA എക്സാം ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ
നിങ്ങൾ 2 പേപ്പേഴ്സും എഴുതണം. സോ ഞാനൊക്കെ NDA എക്സാം എഴുതുന്ന ഒരു ടൈമിൽ ചില ആളുകൾ എങ്ങനെയാണെന്ന് വെക്കുകയാണെങ്കിൽ അവർക്ക് NDA എന്താണെന്ന് ദേ ഡോണ്ട് ജസ്റ്റ് കെയർ. സോ അവരെ സംബന്ധിച്ച് ജസ്റ്റ് ഒരു എൻജോയ്മെൻ്റ് ആണ്. സോ അവർ ചിലപ്പോൾ ഫസ്റ്റ് എക്സാം എഴുതും, പിന്നെ അതിന് ശേഷം പിന്നീട് എവിടെയെങ്കിലും കറങ്ങാൻ പോകും. സോ ഇത് സീരിയസ് ആയിട്ട് കാണുന്നവർ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെക്കുകയാണെങ്കിൽ 2 പേപ്പറും നിങ്ങൾ എഴുതേണ്ടതാണ്, മാൻഡറ്ററി ആണ്. ഇത് പാരൻസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് അവർ 2 എക്സാംസും കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത നമുക്ക് പ്രോഹിബിറ്റഡ് ഐറ്റംസും അതുപോലെ തന്നെ ഡ്രസ് കോഡും നമുക്ക് നോക്കാം. പ്രോഹിബിറ്റഡ് ഐറ്റംസ് അത് മോസ്റ്റ്ലി എല്ലാ എക്സാംസിലുള്ള പോലെ തന്നെയാണ്. നമ്മുടെ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് എക്സാം ഹാളിൽ കയറ്റാൻ പറ്റില്ല, സ്മാർട്ട് വാച്ചസ് പറ്റില്ല, നോ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്. സോ ഇറ്റ് ഈസ് ജസ്റ്റ് കോമൺ സെൻസ്. ആൻഡ് വൺ മോർ തിങ് നിങ്ങൾ ഓർക്കേണ്ടതെന്ന് വെക്കുകയാണെങ്കിൽ NDA എക്സാമിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ അലൗഡഡ് അല്ല. ഐ ഹോപ്പ് യു നോ ദാറ്റ്. ഇനി അറിയില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ, നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് നിങ്ങളുടെ കാൽക്കുലേറ്റർ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നോ കാൽക്കുലേറ്റർ വാച്ച് നത്തിങ്. ഓക്കെ, നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ അതിൻ്റെ ബാക്കിൽ കുറച്ച് ബ്ലാങ്ക് പേജസ് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് അവിടെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. ഐ ഹോപ്പ് നിങ്ങൾ അതിന് വെൽ പ്രിപ്പയർഡ് ആണ് എന്നുള്ളത്. ഇനി ഡ്രസ് കോഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് ഡ്രസ് കോഡും ഇല്ല. മറ്റ് പല എക്സാംസിലുണ്ട് നിങ്ങൾ ഇന്ന ഡ്രസ് ഇട്ട് വരണം, അങ്ങനെയൊന്നുമില്ല. യു ക്യാൻ ജസ്റ്റ് വെയർ വാട്ട് എവർ യു നീഡ്. സോ ജസ്റ്റ് വെയർ എ ഡീസൻറ്റ് ക്ലോത്ത്, ദാറ്റ്സ് ഇറ്റ്. ഈ റൂൾസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ നിർബന്ധമാണ്, എന്തൊക്കെയാണ് പ്രോഹിബിറ്റഡ് ഐറ്റംസ് എന്നുള്ളത്. ഇനി എക്സാം ഹാളിലേക്ക് നിങ്ങൾ കയറി. എക്സാം ഹാളിൽ കയറിയ ഫസ്റ്റ് തന്നെ നിങ്ങൾ അപ്പുറത്തുള്ള ആൾക്കാരോട് പോയി സംസാരിക്കുക, അല്ലെങ്കിൽ ഡോണ്ട് ജസ്റ്റ് മേക്ക് എ മെസ്. ഓക്കെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെക്കുകയാണെങ്കിൽ ഒരു ഇൻവിജിലേറ്റർ ഉണ്ടായിരിക്കും അവിടെ. അപ്പോൾ ആ ഇൻവിജിലേറ്റർ നമ്മൾ ബേസിക്കലി നമ്മൾ ബോർഡ് എക്സാംസ് ഒക്കെ എഴുതിയ പോലെ തന്നെ ആയിരിക്കും. ഇൻവിജിലേറ്റേഴ്സ് എന്താണോ പറയുന്നത് അത് വളരെ കൃത്യമായിട്ട് കേൾക്കുക. OMR ഷീറ്റ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം OMR ഷീറ്റ് ഫില്ല് ചെയ്യാൻ തുടങ്ങുക. നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എണീറ്റ് ഇൻവിജിലേറ്ററിനോട് കാര്യങ്ങൾ അവതരിപ്പിക്കാം. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യുക, അറിയാത്ത പോലെ ഇരിക്കരുത്. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. കാരണം OMR ഷീറ്റിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ബബ്ലിൻ്റെ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പം പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു, ലൈക്ക് യു വിൽ ബി ഡിസ്ക്വാളിഫൈഡ്. സോ ദ ബെസ്റ്റ് തിങ് ഈസ് ദാറ്റ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ചോദിച്ചിട്ട് മാത്രം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാം. ഇതിൽ ഞാൻ ഒന്നുകൂടി റീക്യാപ്പ് ചെയ്യാം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അഡ്മിറ്റ് കാർഡിലെ ഡീറ്റെയിൽസ് ക്ലിയർ ആണോ, അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകണം. അതേപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കരുതണം. അതേപോലെ തന്നെ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് വേണം, ഇല്ലേ? അതേപോലെ തന്നെ നമ്മുടെ എക്സാം സെൻറ്ററിൽ നേരത്തെ എത്താനായിട്ട് ശ്രമിക്കുക. എല്ലാ ഇൻസ്ട്രക്ഷൻസ് അവർ പറഞ്ഞു തരുന്ന ഇൻസ്ട്രക്ഷൻസൊക്കെ കെയർഫുള്ളായിട്ട് കേൾക്കുക, അതുപോലെ തന്നെ ചെയ്യുക. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫ്രം ടീം D4M. താങ്ക് യു.